താറാവുകൾക്കൊപ്പം കളിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു താറാവ് അവളെ കളിയാക്കാൻ തുടങ്ങി. ചിന്നു, നിനക്ക് കാറ്റിൽ പറക്കാൻ കഴിയും, അതുപോലെ തറയിൽ നടക്കാനും കഴിയും. പക്ഷേ ഞങ്ങളെ പോലെ നീന്താൻ കഴിയില്ല. ഇത് കേട്ട് ചിന്നു പക്ഷി പറഞ്ഞു. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. കഠിനമായി പ്രയത്നിച്ചാൽ എന്തും നടക്കും. താറാവ് പരിഹാസത്തോടെ പറഞ്ഞു. എങ്കിൽ നീ ഒന്ന് നീന്തി കാണിക്ക്. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നീന്തി കാണിക്കും. ഇതും പറഞ്ഞ് ചിന്നു അവിടെ നിന്ന് പറന്നുപോയി. ചിന്നു അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരിയായ മിന്നുപക്ഷി അവളുടെ അടുത്തേക്ക് വന്നു. മിന്നുപക്ഷി ചോദിച്ചു. എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് പുഴക്കരയിലുള്ള താറാവുകൾ എന്നെ കളിയാക്കി. നമുക്ക് പറക്കാനും നടക്കാനും മാത്രമേ കഴിയൂ, ഒരിക്കലും വെള്ളത്തിൽ നീന്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, കഠിനാധ്വാനത്തിലൂടെ എന്തും പറ്റുമെന്ന്. ഞാൻ നീന്തി കാണിക്കുമെന്ന്. നീ പറഞ്ഞത് ചെയ്തു കാണിക്കുക തന്നെ വേണം. ഇത് പക്ഷികളുടെ അഭിമാന പ്രശ്നമാണ്. അതിന് നമ്മൾ ഇനി എന്തു ചെയ്യും? അതിന് ഒരു ഉപായമുണ്ട്. ഈ കാട്ടിൽ ഏറ്റവും വേഗതയുള്ളത് കൊക്കിനാണ്. അതിനോട് സഹായം ചോദിക്കാം. നീ എന്റെ ഒപ്പം വാ. മിന്നു ചിന്നുവിനെ കൂട്ടി ഒരു കൊക്കിന്റെ അടുത്തേക്ക് പോയി. ചിന്നു കൊക്കിനോട് ചോദിച്ചു. ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഞങ്ങളുടെ പക്ഷി ഇനത്തിന് വെള്ളത്തിൽ നീന്താൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? പരിശ്രമിച്ചാൽ എന്തും നേടാം. എങ്കിൽ എന്നെ നീന്താൻ സഹായിക്കാമോ? ഉറപ്പായും ഞാൻ സഹായിക്കാം. ചിന്നുവിനും മിന്നുവിനും ഒരുപാട് സന്തോഷമായി. നിങ്ങൾ ഇതിനായി കുറച്ച് അധ്വാനിക്കണം. ഞാൻ എന്തിനും തയ്യാറാണ്. അപ്പോൾ കൊക്ക് ചിന്നുവിനെ കാലുകൾ കൊണ്ട് എടുത്തുകൊണ്ട് പോയി വെള്ളത്തിൽ മുക്കി. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തെടുത്തു. എന്നെ എന്തു ചെയ്യുക? എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്വാസം പിടിച്ചു വെച്ചു. ഇതാണ് നീ ആദ്യം പഠിക്കേണ്ടത്, വെള്ളത്തിൽ എങ്ങനെ ശ്വാസം പിടിച്ചു വെക്കുന്നു എന്നത്. ഇനി നിങ്ങൾ നന്നായി പരിശീലിച്ചിട്ട് നാളെ വരൂ. അങ്ങനെ അവർ രണ്ടുപേരും പറന്നുപോയി. അടുത്ത ദിവസം ചിന്നു കൊക്കിന്റെ അടുത്ത് വന്നു. ഞാൻ വന്നു. ഇനി എന്നെ നീന്താൻ പഠിപ്പിച്ചു തരൂ. പുഴക്കരയിൽ ഒരു വലിയ മാവ് നിൽപ്പുണ്ട്. അതിന്റെ പുഴമുകളിൽ ചാഞ്ഞു നിൽക്കുന്ന ശിഖരത്തിൽ ഒരു മാമ്പഴമുണ്ട്. അത് നീ കാലുകൊണ്ട് പറിച്ചുകൊണ്ട് വരണം. അത് നിസ്സാരമല്ലേ, ഇപ്പോൾ കൊണ്ടുവരാം. ഇതും പറഞ്ഞ് ചിന്നു പറന്നുപോയി. ചിന്നു പുഴക്കരയിൽ എത്തി കൊക്ക് പറഞ്ഞ മാവും അതിലെ മാങ്ങയും കണ്ടെത്തി. ചിന്നു അത് പറിച്ചതും കാലുകൾ അതിലൊട്ടിപ്പോയി. മാമ്പഴത്തിന് ഭാരം കാരണം ചിന്നുവും മാമ്പഴവും വെള്ളത്തിൽ താണുപോയി. ചിന്നു ശ്വാസം പിടിച്ചു വെച്ച് ചിറകുകൾ ആട്ടി കഷ്ടപ്പെട്ട് വെള്ളത്തിന് മുകളിൽ വന്നു. അപ്പോഴേക്കും കൊക്ക് വന്നു ചിന്നുവിനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ കാലും മാമ്പഴവും വേർതിരിച്ചെടുത്തു. എന്റെ കാലുകൾ മാമ്പഴത്തിൽ ഒട്ടിപ്പോയി. നീ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ ചിറകുകൾ വേഗത്തിൽ അടിക്കണം. കാരണം നീന്താനായി നമ്മൾ ചിറകുകൾ വേഗത്തിൽ അടിക്കണം, പറക്കുന്നതിനേക്കാൾ വേഗത്തിൽ. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഭാരം നീ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അത് ശരിയാണല്ലോ. ചിന്നുവിന് അത്ഭുതമായി. ഇനി എനിക്ക് നീന്താനും സാധിക്കുമോ? തീർച്ചയായും കഴിയും. എങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ചിന്നു പക്ഷി പുഴയിൽ ഇറങ്ങി നീന്താൻ തുടങ്ങി. ഇത് കണ്ട താറാവ് അത്ഭുതപ്പെട്ടുപോയി. ചിന്നു ഒരു കഠിന പ്രയത്നി തന്നെ. അപ്പോൾ കൊക്ക് പറഞ്ഞു. ശ്രമിച്ചാൽ എന്തും നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.